We all are moving through an experimental life situation as the pandemic hit us. But whatever be the situation, we have to overcome it. We have to live. The great man Swami Vivekananda says, all power is within you. You can do anything and everything. Yes, we can do everything to fight against this pandemic. Today, we are starting our new academic year 2021-22. So, as a part of it, we are conducting an opening ceremony. It's my great pleasure to welcome you all to this opening ceremony. First of all, with great respect, I would like to welcome Mr. T.C. Sedumadhavan, Secretary of Vivekananda Trust, to this opening ceremony. Welcome, sir. Next, I would like to welcome the great pillars of Harishri, Manager Mr. Pradeep Verma and Principal Srimati Bindu Soman to this opening ceremony. Welcome both of you. Now, I extend a warm welcome to our Welfare Association President Mr. Binlo Lohidakshan and Madhur Bharati President Srimati Indu Suraj. Welcome both of you. Now, I would like to welcome the soul of Harishri. Yes, my loving children from all the classes. I extend a hearty welcome to all of you to this opening ceremony. And I also extend a best wishes for the successful academic year. Welcome you all. Now, I would like to welcome my dear colleagues and members of Madhur Samiti and Welfare and all the Vidyalaya Samiti members to this opening ceremony. Once again, welcome you all. Thank you. Have a nice day. എല്ലാവർക്കും നമസ്കാരം. സ്വാമി വിവേകാനന്ദന്റെ പേരിലുള്ള വിവേകാനന്ദ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള 5 വിദ്യാലയങ്ങളിലും ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. നമുക്കറിയാം, കൊറോണയുടെ 2ാം വരവ് അതിഭീകരമായി എല്ലാ മേഖലയെയും ത്രസിപ്പിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതു പ്രതിസന്ധിയെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സ്വാമി വിവേകാനന്ദൻ സ്വപ്നം കണ്ട ആ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ വളർത്തി അവരെ സൽസ്വഭാവമുള്ള, ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള, നല്ല സധൈര്യമുള്ള യുവാക്കളെയും യുവതികളെയും സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയണം. ആരാധ്യനായിട്ടുള്ള നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമാണ് പറഞ്ഞത്, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം. ആ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ ഉന്നതിയിലെത്തിയിട്ടുള്ളവരെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, അവരൊക്കെ തന്നെ ഇതുപോലെ കഠിനമായിട്ടുള്ള പ്രയത്നത്തിലൂടെ, പരീക്ഷണത്തിലൂടെയാണ് ഈ വിജയം നേടാനായി നമുക്ക് സാധിച്ചത്. ഇത്തരത്തില് നല്ല യുവാക്കള്, സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ പോലെ ഇരുമ്പിന്റെ ഞരമ്പുകളും ഉരുക്കിന്റെ മാംസപേശികളുമുള്ള 100 പ്രവർത്തകന്മാരെ തന്നാൽ ഞാൻ ഈ ഭാരതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റാം. അത്തരത്തിലുള്ള യുവാക്കളെയാണ് നമ്മളുടെ എല്ലാ സ്ഥാപനങ്ങളും സൃഷ്ടിക്കുന്നത്. നമ്മുടെ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞു, ഈ ഭാരതം 25 ഒക്കെ ആകുന്ന സമയത്ത്, 2025-ഉം 30-നും ഇടയിലൊക്കെ നോക്കുന്ന സമയത്ത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ 1ാം സ്ഥാനത്തെത്തും. അതിന് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ സമ്പത്ത്, ഭാരതത്തിന്റെ സമ്പത്ത് എന്നുള്ളത് യുവാക്കളാണ്. ആ യുവാക്കളാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. നാളത്തെ ഭാരതത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാകേണ്ട യുവാക്കളാകണം നമ്മൾ. അതിനുള്ള എല്ലാവിധ കഴിവുകളും നമുക്ക് ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ പുതിയതായി സ്കൂളിൽ വരുന്ന മുഴുവൻ കുട്ടികൾക്കും എല്ലാവിധ ആരോഗ്യ ആയുസ് ഒക്കെ നേർന്നുകൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ. അതിന് ജഗദീശ്വരൻ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Namaste, beloved students, dear parents, respected principal and teachers. First of all, a warm welcome to each and everyone for the opening
of our new academic year 2021-2022. Swami Vivekananda said, "Education is the manifestation of the perfection already in man. A nation is advanced in proportion to education and intelligence spread among the citizens." In the current COVID-19 scenario, please bear in mind that the classes will be online only for at least a certain period ahead, and we expect much more cooperation from parents by providing valuable comments, advices, and suggestions. I request everyone to stay safe by taking all necessary precautions to prevent COVID-19. Be the grace of Almighty be upon each and everyone. As the great Swamiji said, let all of us together, the Harishri family, triumph to make his dream come true by prospering our children with the best education and utilize their intelligence to make them valuable and responsible citizens of our nation, Bharat. Vande Mataram. എല്ലാവർക്കും നമസ്കാരം. വിദ്യാലയത്തിനും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും അതിലുപരി കുട്ടികൾക്കും പുത്തൻ ഉണർവേകി പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമായി. വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നത് തന്നെയാണ് ഈ വേളയിൽ നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാനുള്ളത്. വിദ്യാലയത്തിൽ പൂത്തുമ്പികളെ പോലെ പാറി നടന്നിരുന്ന നമ്മുടെ മക്കൾ സ്നേഹനിധികളായ കുട്ടികളോടൊത്ത് ഇടപഴകുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന അധ്യാപകർ, കുട്ടികളുടെ പരിഭവങ്ങളും കുറുമ്പും പാട്ടും ആട്ടവും പഠനവും ഇതെല്ലാം കുറച്ചു ദിവസങ്ങളായി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ് പ്രധാനം എന്നത് അന്വർത്ഥമാക്കുന്നതാണ് ഇപ്പോഴത്തെ ഓൺലൈൻ പഠനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും ലക്ഷ്യം എങ്ങനെ കൈവരിക്കാം എന്നത് നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങൾ ചെയ്യുന്നതോടൊപ്പം അവരുടെ ആരോഗ്യവും മാനസിക ഉല്ലാസവും ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ സഹകരണം തന്ന എല്ലാ രക്ഷിതാക്കൾക്കും പ്രത്യേകം നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഇനിയും ഏതു കാര്യത്തിനും വിദ്യാലയവുമായി ബന്ധപ്പെട്ട് യഥാസമയം സംശയവൃത്തി ചെയ്യേണ്ടതാണ് എന്നും അറിയിക്കുന്നു. കുട്ടികളുടെ പാഠ്യേതര വിഷയങ്ങളിൽ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകിയും അവരുടെ പഠന മികവ് വിലയിരുത്തിയും ഓരോ അധ്യാപകനും മുന്നോട്ട് പോകും എന്നും അതിൽ പ്രത്യേകം ശ്രദ്ധയും പരിശ്രമവും ഉണ്ടാകുമെന്നും എടുത്തു പറയുകയാണ്. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികസനവും അറിവും വളർത്തി അവരെ വീടിനും നാടിനും രാജ്യത്തിനും മുതൽക്കൂട്ടാക്കി മാറ്റുവാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നന്ദി. ജയ് ഭാരത്. നമസ്തേ, ഞാൻ ബില്ലു. 2021-22 അധ്യയന വർഷത്തിൽ നമ്മുടെ ഹരിശ്രീ വിദ്യാനികേതനിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന എല്ലാ കുട്ടികൾക്കും ആശംസ അർപ്പിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ എന്നാൽ വലിയൊരു മഹാമാരിയിലൂടെയാണ് കടന്നു പോകുന്നത്. പോയ വർഷങ്ങളിൽ അതിന്യൂനത സാങ്കേതിക വിദ്യയിലൂടെയാണ് നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് എല്ലാ തലത്തിലും അറിവ് പകർന്നു കൊടുത്തത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഗുരുകുലത്തിൽ ചെന്ന് അറിവ് നേടണമായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കാലഘട്ടത്തിൽ ഗുരു ശിഷ്യന്മാരുടെ ഭവനങ്ങളിലെത്തിയാണ് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി അവയവങ്ങളിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കുട്ടികൾക്കും ആവാൻ സാധിക്കും. APJ അബ്ദുൽ കലാമിനെ പോലെ, നോബൽ പ്രൈസ് കിട്ടിയ CV രാമൻ സാറിനെ പോലെ, ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ. ഇതുപോലെ തന്നെ ഈ സാങ്കേതിക വിദ്യ എല്ലാം നടപ്പിലാക്കുവാനായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ ഹരിശ്രീ സ്കൂളിൻ്റെ പ്രധാനാധ്യാപിക, സഹാധ്യാപകർ, മാനേജർ, മുൻ മാനേജർ, മാതൃസമിതി അംഗങ്ങൾ, ട്രസ്റ്റ് അംഗങ്ങൾ, ഇവരുടെ എല്ലാം കരുത്തുറ്റ കൈകൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന മഹാചൈതന്യത്തെ നമുക്ക് ഒന്നും കൂടി പ്രണമിക്കാം.
അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. Namaste. Myself Indulekha Suraj, Madhubharati President of Harisri Vidyaniketan in the year 2020-21. I thank you for giving me a few minutes to speak to you about our school opening and about the academic year 2021-22. We have real challenges today. Yes, online education. As a Madhubharati President of our school, Harisri Vidyaniketan, I am proud to say that last year we made it as a glorious year. All our teachers, under the guidance of our principal, Srimati Bindu Soman, they worked hard. And also our children, with the help of their parent, they achieved big success. There are several advantages and disadvantages for this online teaching. All of us focus only the advantages. And I wish this year 2021-22 of Harisri Vidyaniketan should be a smart year. And I offer all my help and prayer to our Harisri team. Namaste. A very good morning to one and all. I deem it's a great honor and privilege to propose vote of thanks on this auspicious occasion. First and foremost, on behalf of Harisri Vidyaniketan, I would like to extend my heartfelt vote of thanks to our Trust Secretary, Sri T.C. Sedumadhavan, who already spent his busiest time schedule to grace this occasion. Today, we had an opportunity to hear your thoughts, and this is definitely encouraging us in our future events. Your thoughts have enlightened in our mind and have shown us a new path. From the bottom of my heart, thank you, sir, for adorning this occasion and sharing your thoughts today. Next, my sincere gratitude goes to our respected manager, Sri Pradeep Verma, and at the same time, our beloved principal, Srimati Bindu Soman, for their unstanding support on this occasion. Thank you, sir, and thank you, ma'am. Next, I would like to thank our welfare president, Sri Binlo Lohidashan, and Madhubharati President, Srimati Indulekha Suraj, for their well wishes to our institution. Thank you, both of you. Next, my heartfelt vote of thanks goes to all Vidyalaya Samiti members, well-wishers, parents, teachers, and non-teaching staff. Thank you all for your valuable support and encouragement in all efforts of our institution. Next, my big thanks goes to the twinkling stars of this institution, that is our students. Your performances, that is your impressive performances, made this event as very joyful and beautiful. Thank you, my dear children. Once again, thank you all for making this event as a resounding success. Thank you. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാമെൻ കൺമണി. കണ്ണൂഞ്ചലാടും മങ്കൈ മണി, നീ മാർഗഴിത്തിങ്കളിൻ മധുമലർമണി തൊട്ടിലെ പൊന്മാനോ പാൽക്കനവോ. நறுமுகையே நறுமுகையே நீ ஒரு நாழிகை நில்லாய். செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய். அற்றை திங்களன் நிலவில் நெற்றித் தரள நீர் வடிய கொற்ற பொய்கையாடியவள் நீயா. திருமகனே திருமகனே நீ ஒரு நாழிகை பாராய். வெண்ணிற புறவியில் வந்தவனே நேர்விழி மொழிகள் கேளாய். அற்றை திங்களன் நிலவில் கொற்ற பொய்கையாடுகையில் ஒற்றை
நீயா ಜಗದೈ